കേരളത്തിൻ്റെ വികസന കുതിപ്പിൽ, പ്രത്യേകിച്ച് പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം സൃഷ്ടിച്ചിട്ടുള്ള സംവിധാനമാണ് കിഫ്ബി. കിഫ്ബി എന്ന നൂതന ആശയത്തെ വികസിപ്പിച്ച് വലിയ മാറ്റമാണ് കേരളത്തിലാകെ ഉണ്ടാക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ കിഫ്ബി പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഇമ്പാക്ട് കേരള എന്ന ഏജൻസി തന്നെ പ്രവർത്തിക്കുന്നു. ഇമ്പാക്ട് കേരളയുടെ ആഭിമുഖ്യത്തിൽ പൊതു ഉപയോഗത്തിനുള്ള അനേകം പദ്ധതികളാണ്, വൻകിട പദ്ധതികളാണ് കിഫ്ബി വഴി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് ശുചിത്വത്തിനുള്ള ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ആധുനികമായിട്ടുള്ള അറവുശാലകൾ, ഗ്യാസ് ശ്മശാനങ്ങൾ, അതിനു പുറമെ മുനിസിപ്പൽ ഓഫീസുകൾ എന്നിവയെല്ലാം കിഫ്ബി ധനസഹായം ഉപയോഗിച്ച് ഇമ്പാക്ട് കേരള നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒന്ന് ഇപ്പോൾ ചേർത്തലയിൽ കിഫ്ബി ധനസഹായത്തോടുകൂടി ഇമ്പാക്ട് കേരള പൂർത്തിയാക്കിയ FSTP ആണ്. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ FSTP ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റാണ് ചേർത്തലയിലേത്. 7.83 കോടി രൂപയ്ക്കാണ് അത് പൂർത്തിയാക്കിയത്. അതിനു പുറമെ മയ്യനാട്, വർക്കല, ഒറ്റപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിലും സമാനമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 20.92 കോടി രൂപയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ്, ദ്രവമാലിന്യ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 37.67 കോടി രൂപ ചെലവിലാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഗംഭീരമായിട്ടുള്ള ഓഫീസ് കിഫ്ബി ധനസഹായത്തോടു കൂടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്ക് ആധുനിക മാർക്കറ്റ് നിർമ്മിക്കുന്നത് 28 കോടി രൂപ സഹായത്തോടു കൂടിയിട്ടാണ്. ഇതിനെല്ലാം പുറമെ 8 ആധുനിക അറവുശാലകളും 18 ഗ്യാസ് ശ്മശാനങ്ങളും കിഫ്ബി ഫണ്ടിങ്ങോടുകൂടി ഇമ്പാക്ട് കേരള നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. താരതമ്യേന പിന്നാക്കം നിന്നിരുന്ന തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ വികസനത്തിൻ്റെ വിസ്മയം തീർക്കാൻ സഹായിച്ചത് കിഫ്ബിയാണ് എന്ന് പറയാൻ അതിയായ സന്തോഷമുണ്ട്. കിഫ്ബി അപ്രായോഗികമാണെന്നും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്നും ആകാശകുസുമമാണെന്നും എല്ലാം പറഞ്ഞ് കിഫ്ബിയെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലം അവസാനിച്ച് കിഫ്ബിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതുപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി വമ്പിച്ച മാറ്റങ്ങളാണ് തൃത്താലയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതിയ വൻകിട പദ്ധതികൾ മുഴുവൻ കിഫ്ബി ഉപയോഗിച്ച് നമുക്കിപ്പോൾ തൃത്താലയിൽ സാധ്യമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ്. 118 കോടി രൂപ ചെലവിൽ റെക്കോർഡ് വേഗത്തിൽ ബ്രിഡ്ജിൻ്റെ പണി, പാലത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. റെഗുലേറ്ററിൻ്റെയും പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനി അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള സ്ഥലമെടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി വരുന്നതോടുകൂടി കുമ്പിടിയുടെ മുഖച്ഛായ തന്നെ മാറുന്ന, തൃത്താലയുടെ മുഖച്ഛായ മാറുന്ന വൻകിട പദ്ധതിയായിട്ട് ഇത് മാറും. അതിന് ഒരു കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാവും. അതിന് സഹായകരമായത് കിഫ്ബിയാണ്. അതുപോലെ സുശീലപ്പടി കരിയന്നൂർ മേൽപ്പാലം 4.5 പതിറ്റാണ്ടിൻ്റെ 45 കൊല്ലത്തെ പഴക്കമുള്ള ആവശ്യമാണ്. കിഫ്ബി ഉപയോഗിച്ചതോടുകൂടിയാണ് ഈ സുശീലപ്പടി കരിയന്നൂർ മേൽപ്പാലത്തിന് ഇപ്പോൾ വഴി തെളിഞ്ഞത്. 40 കോടി രൂപ ഇതിന് മന്ത്രിസഭ 40 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകി. അവിടെയും സ്ഥലമേറ്റെടുപ്പിൻ്റെ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂറ്റനാട് ടൗൺ, തൃത്താലയുടെ ഹൃദയഭാഗമാണ് കൂറ്റനാട് ടൗൺ. കൂറ്റനാട് ടൗൺ നവീകരണത്തിനുള്ള 13.29 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴിയാണ് നടപ്പാവുന്നത്. സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പുറമെ 6 സ്കൂളുകൾക്ക് 3.90 കോടി രൂപ വീതം തൃത്താല മണ്ഡലത്തിൽ ലഭിക്കുകയുണ്ടായി. അതിൽ ഒരെണ്ണം പൂർത്തിയായി, 5 ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാവും, അവസാന ഘട്ടത്തിലാണ്. ഒരു സ്കൂളിന് 1 കോടിയും 2 സ്കൂളുകൾക്ക് 1.30 കോടി കിഫ്ബി ഫണ്ടിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ എല്ലാം ചേർത്താൽ കിഫ്ബിയിൽ നിന്ന് മാത്രം തൃത്താല മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്ക് ലഭിച്ചത് 423.29 കോടി രൂപയാണ്. തൃത്താലയുടെ മുഖച്ഛായ മാറ്റുന്നതിൽ കിഫ്ബി വഹിക്കുന്ന പങ്ക് വളരെ വളരെ അഭിമാനകരമാണ്. കിഫ്ബി അപ്രായോഗികമാണ് എന്ന് പ്രചരിപ്പിച്ച് കിഫ്ബിയെ അകറ്റി നിർത്തി വികസന വരൾച്ച സൃഷ്ടിച്ചതിനുള്ള മറുപടി കൂടി ഇപ്പോൾ കിഫ്ബിയിലൂടെ തൃത്താല കാണുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ള
അഭിമാന സ്ഥാപനങ്ങളിലൊന്നാണ് കില കിഫ്ബിയുടെ ധനസഹായത്തോടുകൂടി സ്കൂൾ കെട്ടിട നിർമ്മാണ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2020 മെയ്യിൽ 1 കോടി രൂപയുടെ 446 സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി. പിന്നീട് 2022 മെയ്യിൽ 3 കോടി രൂപ വീതം ചെലവ് വരുന്ന 200 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ കൂടി സർക്കാർ കിലയെ ഏൽപ്പിക്കുകയുണ്ടായി. ഫണ്ടിംഗ് പൂർണ്ണമായും കിഫ്ബിയിൽ നിന്നാണ്. മറ്റ് വകുപ്പുകളുടെ പ്രവൃത്തികളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണവകുപ്പിൻ്റെ പരിശോധനയോടും നിയന്ത്രണത്തോടുമൊപ്പം കിഫ്ബിയുടെ പരിശോധനയും അംഗീകാരവും കൂടി ഇത്തരം പദ്ധതികൾക്ക് ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. 2025 മാർച്ച് 31 വരെ 1 കോടി രൂപയുടെ 206 സ്കൂൾ പ്രവൃത്തികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 3 കോടി രൂപ വീതമുള്ള 7 പ്രവൃത്തികളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 254 പ്രവൃത്തികൾ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 116 പ്രവൃത്തികൾ ടെൻഡർ ചെയ്തു കഴിഞ്ഞു. ഇനി ടെൻഡർ ചെയ്യാൻ ബാക്കിയുള്ളത് 11 എണ്ണം മാത്രമാണ്. 2026 മാർച്ച് മാസത്തോടുകൂടി ഇപ്പോഴത്തെ പുരോഗതി അനുസരിച്ച് നോക്കിയാൽ 190 സ്കൂൾ കെട്ടിടങ്ങൾ കൂടി പൂർത്തിയാക്കാൻ കഴിയും. ഇപ്പോൾ കരാർ വെച്ചിട്ടുള്ളവ 15 മാസത്തിനകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞൊരു വർഷമാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. സർക്കാർ 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിർണായകമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ പൂർത്തിയാക്കാൻ തദ്ദേശ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഴുവൻ, കേരളത്തിലെ ഏതൊരു തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഏത് സേവനവും ലോകത്തെവിടെയിരുന്നും ഒരു സ്മാർട്ട് ഫോണിൻ്റെ സഹായത്തോടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്ന K-സ്മാർട്ട് എന്ന ആപ്ലിക്കേഷൻ. അത് കേരളത്തിലെ തദ്ദേശ ഭരണത്തെ മാത്രമല്ല ജനജീവിതത്തെയും വിപ്ലവകരമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. K-സ്മാർട്ടിൻ്റെ തുടർച്ചയായി സേവനങ്ങൾ മുഴുവൻ ഡിജിറ്റലാവുമ്പോൾ, ഓൺലൈൻ ആവുമ്പോൾ അതിൽ എല്ലാവരും അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ വേണ്ടിയാണ് ഡിജിറ്റൽ സാക്ഷരതയില്ലാത്തവർക്ക് ഡിജിറ്റൽ സാക്ഷരത നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചത്. അതും പൂർത്തിയായി കഴിഞ്ഞു. 21,87,000-ത്തിലധികം പേരെ സർവേയിലൂടെ കണ്ടെത്തി കിലയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ മൊഡ്യൂൾ തയ്യാറാക്കി മാസ്റ്റർ ട്രെയിനർമാരെയും വോളണ്ടിയർമാരെയും എല്ലാം പരിശീലിപ്പിച്ചെടുത്ത് ഈ 21,87,000 പേരെയും 2 ഘട്ടങ്ങളിലായി ഡിജിറ്റൽ സാക്ഷരരാക്കി മൂല്യനിർണ്ണയം നടത്തി ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഇനി ഔപചാരികമായ പ്രഖ്യാപനം മാത്രമേ ആവശ്യമുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ആ ഔപചാരിക പ്രഖ്യാപനം നടത്തും. തദ്ദേശ വകുപ്പ് നടപ്പാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ലൈഫ് ഭവന പദ്ധതി. ഇതിനകം 5,43,000 പേർക്ക് ഭവനാനുകൂല്യം നൽകിക്കഴിഞ്ഞു. ഗുണഭോക്താവിന് 4 ലക്ഷമാണ് നൽകുന്നത്. പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക്, പട്ടികവർഗത്തിൽ ആദിവാസി സങ്കേതങ്ങളിൽ ജീവിക്കുന്നവർക്ക് മാത്രം 6 ലക്ഷവും പ്രത്യേകമായിട്ട് അനുവദിക്കുന്നുണ്ട്. അതിൽ 4,34,000 വീടുകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1 ലക്ഷം വീടുകൾ കൂടി അടുത്തൊരു വർഷം പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതോടുകൂടി ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോൾ 6.5 ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായിട്ട് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ദേശീയ തൊഴിലുറപ്പിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളിലും കേരളം 1ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2ാം സ്ഥാനത്താണ്. കേരളത്തിനടുത്ത് മറ്റൊരു സംസ്ഥാനവുമില്ല ഇത് നടപ്പാക്കുന്നതിൽ. ഇപ്പോൾ സോഷ്യൽ ഓഡിറ്റ് 100% കേരളം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ട്രൈബൽ പ്ലസ് എന്ന പേരിൽ പട്ടികവർഗ മേഖലയിൽ 100 ദിവസം അധികം തൊഴിൽ കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. നഗര തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആദ്യമായിട്ട് നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണ്. ഈ നേട്ടങ്ങൾ ശക്തിപ്പെടുത്താനും തൊഴിലുറപ്പ് ഉപയോഗിച്ച് ഗ്രാമീണ റോഡുകൾ കൂടുതലായിട്ടുണ്ടാക്കാനുമാണ് അടുത്തൊരു വർഷത്തെ പ്രധാനപ്പെട്ട ഊന്നലുണ്ടാവുക.